ിലേക്ക് കടക്കുകയാണ്. വയനാട് മുണ്ടക്കയിൽ ഇന്ന് നടത്തിയ രണ്ടാം ഘട്ട ജനകീയ തെരച്ചിലിൽ 3 ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചു. പരപ്പൻപാറയിൽ സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും നടത്തിയ തെരച്ചിലിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. പരപ്പൻപാറയിലെ പുഴയോട് ചേർന്നുള്ള ഭാഗത്തു നിന്ന് 2 ശരീരഭാഗങ്ങളും പരപ്പൻപാറയിലെ മറ്റൊരു സ്ഥലത്തു നിന്നും 1 ശരീരഭാഗവുമാണ് കണ്ടുകിട്ടിയത്. അതേസമയം പ്രദേശത്ത് മഴ ശക്തമായതോടെ 3 മണിയോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇന്നത്തെ ജനകീയ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ. ആര്യ, ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഏകദേശം 2000-ഓളം പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാവുകയും ചെയ്തത്. ഈ രണ്ടാം ഘട്ട ജനകീയ തെരച്ചിലിൽ 3 ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. പരപ്പൻപാറയിൽ നിന്നാണ് ഈ ഒരു 3 ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ഒപ്പം തന്നെ മറ്റൊരു അസ്ഥികൂടം കൂടി, അതിന്റെ ഭാഗങ്ങളും കൂടി ഈ ഒരു മേഖലയിൽ നിന്ന്, അതായത് ഈ അട്ടമല എന്ന പ്രദേശത്ത് നിന്നുകൂടി ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായി ലഭിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ന് തന്നെ ചുരൽമല കൂടാതെ പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളും അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളും ചാലിയാറിന്റെ ഇരുകരകളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരപ്പൻപാറ അടക്കമുള്ള മേഖലയിൽ അവിടെ തന്നെയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടമുള്ളത്. കാന്തൻപാറ വെള്ളച്ചാട്ടം അടക്കമുള്ള മേഖലകളിലാണ് ഈ ഒരു തെരച്ചിൽ ഇന്ന് വ്യാപകമായി ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ നടക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് 3 മൃതദേഹ ഭാഗങ്ങൾ കൂടി ലഭ്യമായിരിക്കുന്നത്. എന്തായാലും നാളെ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒപ്പം തന്നെ പരിശോധന വിപുലമായി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിതല ഉപസമിതിയിൽ തീരുമാനമായിരിക്കുന്നത്. അതായത് ചാലിയാറിൽ നാളെയും മറ്റന്നാളും വിശദമായ പരിശോധന നടക്കും. സെക്ടറായി തിരിച്ചാണ് പരിശോധന നടക്കുന്നത്. മുണ്ടേരി ഫാം ഭാഗത്ത് ആരംഭിച്ച് പരപ്പൻപാറയിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ഈ ഒരു തെരച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ തെരച്ചിൽ സന്നദ്ധ പ്രവർത്തകർ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള ഏരിയയാണ്. അവിടേക്കൊക്കെ റോപ്പ് ഉപയോഗിച്ച് മാത്രമേ വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള NDRF അടക്കമുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ അടക്കമുള്ള ഈ സേനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അവർക്ക് മാത്രമേ അവിടെ ചെന്ന് ഈ ഒരു തെരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ പാണങ്കായം വനമേഖല 2ാം സെക്ടർ ഭാഗത്തായി നാളെ തെരച്ചിൽ നടത്തും. പതിവ് പോലെ തന്നെ മുണ്ടക്കൈ, ഒപ്പം തന്നെ ചുരൽമല, അട്ടമല, ഒപ്പം തന്നെ ഈ ഒരു പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ നാളെയും തെരച്ചിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് 3 മൃതദേഹ ഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 123 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത്രയും പേരെ കണ്ടെത്തുന്നവരെ, അവസാന ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരുമെന്നാണ് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചിരിക്കുന്നത്, സേനാ വിഭാഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഓരോ സെക്ടർ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന നാളെയും തുടരുകയും ചെയ്യും. അതേസമയം പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. 253ഓളം വാടക വീടുകൾ ഇതിനോടകം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 100 വാടക വീടുകൾ കൂടി പലയിടങ്ങളിലായി ഇന്ന് ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. അതിന്റെ ഒരു അറിയിപ്പ് നാളെ തന്നെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ 353 വീട് ഇതിനോടകം വാടക വീടുകൾ കണ്ടെത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ.